അത് പഠിപ്പിക്കുക. ആശ്വാസത്തിന്റെ വചനമുണ്ടല്ലോ, ഇഖ്റ നബി, അങ്ങ് വായിക്കണം നബി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ആദ്യ കൽപ്പനയായി അവതീർണമായ വിശുദ്ധമായിട്ടുള്ള ഖുർആൻ, ആ ഖുർആനാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ഖുർആന്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ രണ്ട് കൽപ്പനകൾ, രണ്ട് സൂചനകൾ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. അങ്ങയെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ. എങ്ങനെ സൃഷ്ടിച്ചതാണ്? രക്തക്കട്ടയിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറയുമ്പോൾ ആ ഹിറായിന്റെ ഗുഹരത്തിന്റെ ഉള്ളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയഭലനായിക്കൊണ്ട് മാ അന ബിഖാരി, എനിക്ക് വായന അറിയില്ല, ഞാൻ എഴുത്തറിയാത്ത ആളാ, ഞാൻ വായന അറിയാത്ത ആളാ, ഞാൻ ഉമ്മിയായ പ്രവാചകനാ. അതുകൊണ്ട് തന്നെയാണല്ലോ ശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലും പേര് രേഖപ്പെടുത്തപ്പെട്ട ആ പ്രവാചകനുണ്ടല്ലോ, ഉമ്മിയായ നിരക്ഷരനായ പ്രവാചകനുണ്ടല്ലോ. ആദൻസിലെയോ ഗ്രീസിലെയോ ഒരു പുരാതനമായ കലാലയങ്ങൾക്കുള്ളിലും കടന്നു പോകാൻ അവസരമില്ലാത്ത അള്ളാഹുവിന്റെ ഹബീബുണ്ടല്ലോ. ആ ഹബീബായ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂട്ടിയണക്കലിൽ പറഞ്ഞു, യാ ജിബ്രീൽ, എനിക്ക് വായിക്കാൻ അറിയില്ല, മാ അന ബിഖാരിൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ തന്റെ പരിഭവം, പ്രവാചകന്റെ ഭയം ആ പ്രവാചകൻ അവിടെ പ്രകടിപ്പിക്കുമ്പോൾ അതാ ജിബ്രീൽ കൂട്ടിയിണക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട നബിയേ, ഇനി ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വായിക്കാനായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൗമമണ്ഡലങ്ങൾക്ക് അപ്പുറത്തു നിന്ന് അവതീർണമാക്കിയ വിശുദ്ധമായ ഖുർആനാണ് നബിയേ. അതുകൊണ്ട് ഭയപ്പെടാതെ അങ്ങ് വായിക്കൂ നബിയേ. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതോടൊപ്പം തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പേനയെ കുറിച്ച്, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമം ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്റമുൽ ലദീ അല്ലമ ബിൽ ഖലം. എഴുതുക, വായിക്കുക എന്നത് ഒരു പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മേഖലകളാണ് എഴുത്തും വായനയും. അതാദ്യമായി ലോകത്തിന്റെ മുമ്പിൽ അതേ വിജ്ഞാന വിപ്ലവത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ച വിശുദ്ധമായ ഖുർആൻ ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ഖലഖൽ ഇൻസാന മിൻ അലഖ്. അങ്ങനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ ആ ഖുർആൻ 1400 സംവത്സരങ്ങൾക്ക് വരെ ഇന്ന് ഈ നിമിഷം വരെയും ഓതപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമേതെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധമായ ഖുർആനാ. ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ കോപ്പികൾ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥമേതാണ്? രാമായണമല്ല, മഹാഭാരതമല്ല, ബൈബിളല്ല, അതുപോലെ തന്നെ മറ്റേതെങ്കിലും പുരാതനമായിട്ടുള്ള ഒരു വേദഗ്രന്ഥങ്ങളുമല്ല, പിന്നെയോ പരിശുദ്ധമായ ഖുർആനാ. ആ ഖുർആനിന്റെ പ്രചാരകരായി, ആ ഖുർആനിന്റെ പ്രവർത്തകരായി, ആ ഖുർആനിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം ഭൂമി ലോകത്തേക്ക്, ആകാശമണ്ഡലങ്ങൾക്ക് അപ്പുറത്തു നിന്ന് ഇവിടേക്ക് അതേ ഉതിർന്നു വീടുകൊണ്ടിരിക്കും. അതിങ്ങനെ വകഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ ആ തെളിർ, ആ കുളിർക്കാറ്റാ, കുളിർ തെന്നൽ മുഴുവൻ സത്യവിശ്വന്ന് വന്ന ആ മുഅ്മിനീങ്ങളെ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട്, ആ സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇവിടെ ഈ അനുഗ്രഹീതമായിട്ടുള്ള വേദിയിൽ ആധ്യക്ഷം വഹിക്കുന്ന അനുഗ്രഹീത പണ്ഡിതൻ ഉസ്താദ് അബ്ദുസ്സമദ് ബാഖവി അവർകൾ. ഉസ്താദിന്റെ ആ മുൻകാല പരിചയങ്ങളും ഉസ്താദിന്റെ പ്രവർത്തനവും ഒക്കെ അറിയുന്നവർക്ക് നന്നായി അറിയും. നമ്മളിപ്പോൾ കുറച്ചു കാലങ്ങളായി അടുത്തപ്പോൾ നമുക്കും കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പുകഴ്ത്തലിന്റെയും ഒരുപാട് വാഴ്ത്തലിന്റെയും അവസ്ഥയിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഈ അനുഗ്രഹീതമായ സദസ്സിന് അധ്യക്ഷം വഹിക്കുന്ന ഉസ്താദിനെ ആദ്യമായി ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം അരുളുകയാണ്. പിന്നീട് ഇവിടെ ഖിറാഅത്ത് നടത്തിയ അസ്സയ്യിദ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട
ആ അഹ്ലുബൈത്തിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ കാരണക്കാരനായ ആ വിദ്യാർത്ഥി ഉണ്ടല്ലോ, ആ പൊന്നുമോൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് വളരെ മാഷാ അല്ലാഹ് വളരെ മനോഹരമായിരുന്നു. ഉസ്താദിന്റെ പ്രത്യേകമായിട്ടുള്ള കോച്ചിങ്ങിലൂടെ നല്ല രീതിയിൽ തജ്വീദും തർത്തീലും ഒക്കെ നന്നാക്കി ഓതി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്. അള്ളാഹു ആ അഹ്ലു ബൈത്തിന്റെ ആ പ്രതിനിധിയായ ആ വിദ്യാർത്ഥിയെ അള്ളാഹു സ്വീകരിക്കട്ടെ, അംഗീകരിക്കട്ടെ, ആദരിക്കട്ടെ. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ശേഷം